ആ ചെളിയും പായലും എല്ലാം ഒന്ന് തൂത്ത് വാരി ആ കൊട്ടക്കകത്ത് കയറ്റണേ. കേറ്റാ എല്ലാം തൂത്ത് വായിക്കൊണ്ടിരിക്കുക. ആ കൊട്ടക്കകത്ത് കയറ്റ്. എന്തോ ഒരു ചപ്പാണ് നിറയെ വൃത്തികേടാണല്ലോ ഇത് മൊത്തം. ആ പിടിക്കട്ടെ. എല്ലാം ക്ലീനാ. എടാ വൃത്തിയായോ? എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. കിണറിന്റെ അടി സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ആ സാധനമായിട്ട് കയറുക. അരണിയിൽ നിന്നും ജ്വാലകണക്കെ ജലധിയിൽ നിന്നും പൊങ്ങിപ്പൊങ്ങുന്നേ. ജനതിമിരങ്ങൾ ചിന്നിച്ചിതറും ഭ്രമണപഥത്തിൽ കത്തിപ്പടരുന്നേ. അണ്ണാ, ഈ സാധനം അടിക്കാൻ എന്തിനാ അച്ചാറല്ലേ അണ്ണാ നല്ലത്? പിന്നെ ഈ മുറുക്കത്തിലാണ്. അത് ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്കൊന്ന് റിവേഴ്സ് പോവാം. അപ്പം നിനക്ക് മനസ്സിലാവും. എന്റെ ദൈവമേ, വെള്ളം കോരി എന്റെ നടു ഒടിഞ്ഞ് ഈ കിണറ്റിൽ വെള്ളം കലങ്ങി കിടക്കാൻ തുടങ്ങിയ ആഴ്ച ഒന്നായി. ഇങ്ങനെ 5000 രൂപ കൊടുത്ത് വിട്ടതാ ഈ കിണറൊന്ന് പറ്റിക്കാൻ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കിണർ പറ്റിക്കുമല്ലായിരുന്നു, എന്നെ പറ്റിക്കുമായിരുന്നു. എന്തെടുക്കുവാ? എന്താ അങ്ങ് വിഴുങ്ങിയത്? വെള്ളം അമൂല്യമല്ലേ, പാഴാക്കരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 2 കിലോമീറ്റർ ചുമന്നാ ഞാൻ ഈ വെള്ളം കൊണ്ട് വരുന്നത് കേട്ടോ. അയ്യോ, അത് ഭയങ്കര സംഭവം തന്നെ. എന്തുവാ അത് ഭയങ്കര സംഭവം തന്നെ. എന്തുവാന്ന്? ചുമന്ന് വെള്ളം കൊണ്ടുവന്നാൽ 2 കിലോമീറ്റർ അളന്നും വരുമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര തന്നെ. എന്റെ ദൈവമേ, ഇളെ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റ് മടുത്തു പോയി കേട്ടോ. അങ്ങനെയാണ് കല്യാണത്തിന് മുമ്പ് പോയാൽ പോരായിരുന്നോ? എവിടെ? മടത്തി പോകാന്ന് പറഞ്ഞു. ഞാൻ 5000 രൂപ പലിശക്കാരൻ നേരത്താണ് നിങ്ങൾക്ക് തന്ന വെള്ളം പറ്റിക്കാൻ വേണ്ടി. 5000 രൂപ തന്നെന്ന് പറഞ്ഞ് ഞാൻ അത് നഷ്ടപ്പെടുത്തിയിട്ടൊന്നും ഇല്ല. നിങ്ങൾ എന്തോ ചെയ്തേ? നിന്റെ തള്ളയുടെ ഒരേ ഒരു മരുമോനില്ലേ, അവൻ ഒരു ജോഡി ഡ്രസ്സ് മേടിച്ചു കൊടുത്ത്. അതാണ് ഞാൻ ചെയ്തത് തെറ്റ്. അത് തെറ്റല്ല. അയ്യോ, അത് നിങ്ങളല്ലയോ? ആ ഡ്രസ്സ് ഞാൻ ഇട്ടാ കഴിക്കൂ. ഇത് പുതിയ ഡ്രസ് ഒന്നും മേടിച്ചല്ല, പിന്നെ പഴയ ഡ്രസ് ഇട്ടോടെ നിങ്ങൾ കള്ള് മേടിക്കാൻ പോയതാ. വേണ്ട, എന്റെ സുമ അങ്ങനെയൊന്നും പറയല്ലേ. നിനക്കിപ്പോ എന്താണ് പ്രശ്നം? എനിക്ക് ഈ കിണറ്റിൽ വെള്ളം പറ്റിച്ചു, മൊത്തം അളിഞ്ഞ വെള്ളമാണ്, കലക്ക വെള്ളമാണ് മൊത്തം. അത്രേ ഉള്ളല്ലോ. അത്രേ ഉള്ളൂ. അത് ഞാൻ റെഡിയാക്കി തരാം. നീ എന്താ അകത്തോട്ട് പോയേ? എന്റെ സ്വഭാവം മാറ്റരുത്. ഈ കിണറ് നിന്റെ സ്വഭാവമായിട്ട് എന്ത് ലോജിക്ക് ഇല്ലാത്ത വർത്താനം പറയാം. കേറി പോടി. അയ്യോടാ, അതും ഒരു ശരിയാ. ഞാൻ ഒറ്റയ്ക്ക് ഇത് അങ്ങനെ പറ്റിക്കാനാ. ആരേലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ ബിജുവേ, എന്താണോ? എവിടാടാ? ഞാൻ നമ്മുടെ കലുങ്കയിലിരിക്കുന്നു. കലുകാരിക്കാൻ നീ എന്നാ ബലിക്കാക്കയാണോ? അണ്ണാ, എന്റെ വൈകുന്നേരം നല്ല വർത്താനം കേൾക്കല്ലേ കേട്ടോ. 1-ാം തീയതി ഇവിടെ തലപ്പുരം എടുത്തിരിക്കുകയാണ്. ഇന്ന് 1-ാം തീയതി അല്ലേ സാധനം കിട്ടത്തില്ലെന്ന്. അപ്പൊ ഇന്ന് 1-ാം തീയതി ആണല്ലേ? പിന്നല്ലാതെ. ഒരു കാര്യം ചെയ്, നേരെ വീട്ടിലോട്ട് വാ. 2 അടിക്കാതെ വാ. ഉണ്ടാ പിന്നെ എന്നതേ ഞാൻ എത്തി. അങ്ങനെ ഒരാളെ കിട്ടിയെന്ന് പറ്റിക്കാൻ. എടി സുമേ, സുമേ, ഈ കൊച്ചിനെ ഞാൻ അണ്ണാ അണ്ണാ ഹലോ അണ്ണാ, എത്ര പെട്ടെന്ന് വന്നോടാ? എന്താ അണ്ണ എന്റെ ദൈവമാ. അണ്ണ എന്റെ ദൈവമാ. എന്തോ കാണിക്കുവാടേ എന്റെ ദൈവമാ. നീ അങ്ങനെ പറയാതെ, എന്റെ ഇല്ലാത്ത രോമം എണ്ണിട്ടിരിക്കുക. അണ്ണ എന്താ പറയുന്നേ? എവിടുന്ന് കിട്ടിയണ്ട ഈ സാധനം? അതൊക്കെ പോട്ടെ, നിനക്ക് പണിയില്ലായിരുന്നു? പണി ഉണ്ടായിരുന്ന, പക്ഷെ ഞാൻ പോയില്ല. എന്താ? ഭയങ്കര ദേഹത്ത് വേദന. അയ്യോ, കൈ പൊക്കാൻ മേല, കാല് പൊക്കാൻ മേല, ഒരു രക്ഷയില്ല. ഞാൻ ഡോക്ടറെ പോയി കണ്ട്. അപ്പൊ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞതേ, ഈ സൂര്യന് ചുറ്റും ഭൂമി കിടന്ന് കറങ്ങുന്ന പോലെ എന്റെ വൃക്കകൾ 2 കൂടെ ഇങ്ങനെ കറങ്ങുവാന്ന. പിന്നെ മിലിറ്ററി അടിച്ചിട്ടോ അന്ന് ചന്ത വെച്ച ബഹളം ഉണ്ടായില്ലേ? ഒരു മിലിറ്ററിക്കാരൻ വന്നൊരു ഒറ്റ ആടി ഇവിടെ തന്നിട്ടുണ്ടല്ലോ. 7 ദിവസം കഴിഞ്ഞ ഈ ചെവിക്ക് കേൾവി ശക്തി കിട്ടിയത്. അതല്ലെന്ന്, പിന്നെ കോട്ട സാധനം അടിച്ചിട്ടുണ്ടോ? അയ്യോ, അതടിച്ചിട്ടില്ല. എന്റെ പൊന്നെ, എന്നെ ഇരുപന്ന സാധനം ഉണ്ടല്ലോ, അമ്മാതിരി സാധനമാണ്. ആണോ? അതല്ല, ഒരു 60 എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു ഐസ് വിട്ട് ഇങ്ങനെ ഒരു പിടിപിടിക്കാൻ എന്നാ സുഖമാണെന്നറിയോടാ. എന്താ മനുഷ്യനെ ഇങ്ങനെ കൊതിപ്പിക്കല്ലേ? എടുത്തോണ്ട് വാ. സാധനം ഉണ്ട്, കൊണ്ടുവരും. എന്നാ കൊണ്ടുപോ. കാണിച്ചത് 1-ാം തീയതി വേറെ സാധനം കിട്ടുമോ? സൂക്ഷിച്ച് വേണ്ട അതുണ്ടാക്കാൻ. ഒരു മഴ അല്ലടാ, നീ മുമ്പേ ദൈവമാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ കണ്ടാച്ചാലും മതി ദൈവം. ദൈവം. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് സ്ഥാനം വേണം, ഇല്ലെങ്കിൽ ഞാൻ വിഷയം ഉണ്ടാക്കുവേ.
സാധനം വേണല്ലേ? എടാ ഞാൻ റെഡിയാക്കി തരാം. ആ. ഇതിലിറങ്ങാൻ ആ മൂലംകൊഴിയിലെ സുമേഷിനെ ഒന്ന് വിളിച്ചാലോ? നിങ്ങൾക്കല്ലേ തലയ്ക്ക് ഭ്രാന്താണോ? എന്താ ഈ അവനെ ഇറങ്ങാനേ അറിയുള്ളൂ, കയറാൻ അറിഞ്ഞുകൂടാ. അതെന്താ? അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോട്ട് ഒരാഴ്ച ആയില്ലേ, ഇതുവരെ തിരിച്ചു കയറിയിട്ടില്ല. ഇപ്പൊ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാനങ്ങ് ഇറങ്ങിയാലോ? ഞാൻ കാണിക്കാൻ. അതല്ല, ഇത് 2000 രൂപയുടെ സാധനം, അത് മിലിറ്ററി. ഞാൻ ഇറങ്ങാം. എടാ നിന്റെ കെട്ടി കിടന്ന് കറങ്ങുമല്ലയോ? എനിക്കൊരു ഗുരുവില്ല, നിങ്ങൾ പോയാ നിങ്ങൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.